മട്ടൻ കറി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് തന്നെ ആവും. എന്നാൽ തുടങ്ങാം മക്കളെ. നമുക്കിന്നൊരു മട്ടൻ കറി ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ പട്ട ഒരു കഷ്ണം, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 3 എണ്ണം, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി. ഇനി അതൊന്ന് യോജിപ്പിക്കണം. അത് അടപ്പത്ത് വെച്ചത് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് ചെറിയ ഉള്ളി 100 ഇതിന് വേണ്ട ചെറിയ ഉള്ളിയാണ്. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഇതിനെ ചുവന്നുള്ളി എന്ന് പറയും. അത് ശരിയാക്കട്ടെ കേട്ടോ, നന്നാക്കട്ടെ. എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ചു, ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഉള്ളി എടുത്തു കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പിടണം. അത് പെട്ടെന്ന് വഴണ്ട് വരും. നല്ലോണം ഇളക്കണം കേട്ടോ. ഉള്ളി നല്ല വഴണ്ട് വന്നു കേട്ടോ. കാരണം ഉള്ളിക്ക് ചെറിയ ഉള്ളി വഴലാൻ കുറച്ച് നേരം വേണം. സബോളയുടെ പോലെയല്ല, കുറച്ച് കൂടുതൽ വേണം ഇത് സമയം. അപ്പം ഇനി നമുക്ക് പൊടികളിടാം. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, കാരണം കുരുമുളക് പൊടി ഇട്ടണം. കാരണം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണ് കുറച്ചും കൂടി മല്ലിപ്പൊടി, പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. എന്നാലും കുറച്ച് ഇതിലിടണം മഞ്ഞൾപ്പൊടി. ഇളക്കാം പച്ചമണം പോകുന്ന വരെ. എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളൂ കേട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ. ഇവിടെ കുട്ടികളുള്ള കാരണമേ കുറച്ച് ഇതാക്കും കറിയിലൊക്കെ. കുറച്ച് പേസ്റ്റ് കൂടി ഇടാം കേട്ടോ. കാരണം അതിൽ വേവിച്ച് വെച്ച മട്ടൻ ഒഴിക്കാവേ. ഗരം മസാലപ്പൊടി കേട്ടോ. അത് വേപ്പിലിട്ട്
ഇപ്പോൾ കറി ഫിനിഷായി. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.